നമസ്തേ, ഞാൻ എം നിഖിൽകുമാർ. IPL ആവേശത്തിലേക്ക് സ്വാഗതം. IPL അതിൻ്റെ അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്, അവസാന ദിവസത്തിലേക്ക് കടക്കുകയാണ്. IPL ഇന്ന് ഫൈനലാണ്. കലാശ പോരാട്ടത്തിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അതിൻ്റെ ആവേശത്തിലാണ് ആരാധകരൊക്കെ. എന്തായാലും നമുക്കും ആ ഒരു ക്രിക്കറ്റ് ആവേശത്തിലേക്ക് പോകാം. IPL ആവേശത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. IPL കിരീട ജേതാവിനെ അറിയാൻ ഇനി മണിക്കൂറുകൾ അത് മിനിറ്റുകളായി മാറിയിരിക്കുകയാണ്. ഇനി കുറച്ച് സമയം കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. വൈകുന്നേരം 7:30 ചെന്നൈയിലെ ചിദംബരം സ്റ്റേഡിയത്തിലാണ് ഫൈനൽ മത്സരം നടക്കുന്നത്. സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ എതിരാളികൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ്. മത്സരത്തിൻ്റെ ആവേശത്തിലാണ് ആരാധകരൊക്കെയും. നമ്മോടൊപ്പം അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാനാണ് നമ്മൾ പോകുന്നത്. നമ്മളൊരു അരമണിക്കൂർ 7 മുതൽ 7:30 വരെ നമ്മൾ അതിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നതിനിടെയുള്ള ടോസ്, ടീമിൻ്റെ പ്ലേയിങ് 11 അടക്കമുള്ള വിവരങ്ങളെല്ലാം നമ്മൾ വിശകലനം ചെയ്യുന്നുണ്ട്. നമ്മോടൊപ്പം നമ്മുടെ സ്പോർട്സ് ഡെസ്കിൽ നിന്നും എം ശരത്തും ഒപ്പം തന്നെ ക്രിക്കറ്റ് നിരീക്ഷകനും BCCIയുടെ മാച്ച് റഫറിയുമായ P രംഗനാഥനും ചേരുന്നുണ്ട്. അത് നമുക്ക് ശരത്തിലേക്ക് പോകാം. ശരത്ത്, ആരാധകരൊക്കെ വളരെ വലിയ ആവേശത്തോടെ കാത്തിരുന്ന IPLൻ്റെ കലാശ പോരാട്ടം ഇന്ന് ചെന്നൈയിൽ നടക്കുകയാണ്. 7:30 മത്സരം ആരംഭിക്കുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നു ഇന്നത്തെ ആ ഒരു മത്സരത്തെ ശരത്ത്? നിഖിലെ, ഇന്നത്തെ മത്സരത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് തീർത്തും ആവേശകരമായ ഒരു മത്സരമായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാനാവുന്നത്. കാരണം നമുക്കറിയാം, ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഫൈനൽ പോരാട്ടമാണ് ഇന്ന് MA ചിദംബരം സ്റ്റേഡിയത്തിൽ അരങ്ങേറാൻ പോകുന്നത്. മാത്രവുമല്ല, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലടക്കം, അതായത് അവിടുത്തെ ഫുട്ബോൾ മാമാങ്കത്തിനെല്ലാം കുട്ടിക്കലാശമായ ഒരു സമയമാണ്. അതേസമയം ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇവിടെ ക്രിക്കറ്റിൻ്റെ മഹോത്സവമാണ്. ഇന്ന് ക്രിക്കറ്റിൻ്റെ മഹോത്സവമായ IPLൻ്റെ കുട്ടിക്കലാശമാണ് ഇന്ന് ചെന്നൈയിലെ സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആരാധകർ അടക്കം തീർത്തും ആവേശത്തിലാണ്. കാരണം ഇന്നത്തെ മത്സരം, കാരണം നമുക്കറിയാം ഇന്ന് നടക്കുന്ന മത്സരം എന്ന് പറയുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. ഇരു ടീമുകളുടെയും ഈ IPLലെ പ്രകടനം നമുക്കൊന്ന് പരിശോധിച്ചിട്ട് വരാം. കാരണം ഈ ഇരു ടീമുകളും IPLൽ തന്നെ ഇത്തവണ പിറന്നിട്ടുള്ള ഏറ്റവും ഉയർന്ന 2 സ്കോറുകൾ ഇവിടെ പടുത്തുയർത്തിയിട്ടുള്ളത് ഈ 2 ടീമുകളാണ്. നമുക്കറിയാം, സുനിൽ നരൈൻ്റെ നേതൃത്വത്തിൽ ബാറ്റിങ്ങിന് ഇറങ്ങുന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അവർ മികച്ച ഒരു സ്കോർ 260 മുകളിൽ ഉള്ള ഒരു സ്കോർ ഇത്തവണ IPLൽ പടുത്തുയർത്തിയിരുന്നു. അതുമാത്രമല്ല, ഈ IPLൽ തന്നെ ഏറ്റവും ഉയർന്ന സ്കോർ പടുത്തുയർത്തിയിരിക്കുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദാണ്. അപ്പോൾ നമുക്കറിയാം, ബാറ്റിങ്ങിൽ ഈ ഇരു ടീമുകളും ശക്തരാണ്. ബാറ്റിങ്ങിൽ ഇവരെ കവച്ചു വെക്കാൻ മറ്റൊരു ടീമില്ല എന്ന് തന്നെയാണ് വാസ്തവമായ കാര്യം. ഇരു ടീമിൻ്റെയും ബാറ്റിംഗ് നിര അത്രത്തോളം ശക്തമാണ്. നമുക്ക് കൊൽക്കത്തയുടെ നിര പരിശോധിച്ചാൽ കൊൽക്കത്തയ്ക്ക് വേണ്ടി ബാറ്റിങ്ങിൽ ഏറ്റവും അധികം റൺസ് ഇടപെടുകയാണ്. ഏറ്റവും പുതിയൊരു വാർത്ത വന്നിരിക്കുന്നു, ടോസിൻ്റെ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദ് ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതായത് ഫൈനലിലെ ആദ്യ ടോസിൻ്റെ ഭാഗ്യം സൺറൈസേഴ്സ് ഹൈദരാബാദിനാണ്. സൺറൈസേഴ്സ് ബാറ്റിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അതോടൊപ്പം ഇന്നത്തെ മത്സരത്തിൻ്റെ വിശകലനത്തിന് വേണ്ടി നമുക്ക് ശരത്തിലേക്ക് തിരിച്ചു വരാം. BCCIയുടെ മാച്ച് റഫറിയും ക്രിക്കറ്റ് നിരീക്ഷകനുമായ P രംഗനാഥൻ ചേരുന്നുണ്ട്. ശ്രീ രംഗനാഥൻ, IPL അതിൻ്റെ അവസാന ദിനത്തിലേക്ക് കടക്കുകയാണ്. ഫൈനൽ മത്സരമാണ് ഇന്ന് നടക്കുക, അല്പസമയത്തിനുള്ളിൽ നടക്കും. ടോസിൻ്റെ ഭാഗ്യം സൺറൈസേഴ്സ് ഹൈദരാബാദിനാണ്. സൺറൈസേഴ്സ് ബാറ്റിംഗ് തിരഞ്ഞെടുത്തിരിക്കുന്നു. താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു ഇന്നത്തെ ഈ മത്സരത്തെ? സൺറൈസേഴ്സ് ടോസ് വിജയിച്ച് ഒരു ശരിയായ ഒരു തീരുമാനം, അതാണ് ആദ്യമായിട്ട് പറയേണ്ടത്. ഇനി മിച്ചൽ സ്റ്റാർക്കിന്റെ ആ ബോളിംഗ് മികവ്, കഴിഞ്ഞ മത്സരത്തിലേതുപോലെ തന്നെ അദ്ദേഹം മികച്ച രീതിയിൽ പന്ത് എറിയുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നതും. മറുവശത്ത് സൺറൈസേഴ്സിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ട്, ഈ IPL ടൂർണമെന്റിൽ തന്നെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ടായ ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും, ഭാരതത്തിന്റെ അഭിഷേക് ശർമ്മയും ചേർന്ന് ആദ്യത്തെ 6 ഓവർ പവർ പ്ലേയിൽ എങ്ങനെയാണ് അവര് ബാറ്റിംഗ് നടത്തുക, അത് ഒരു വലിയ സ്കോർ സൺറൈസേഴ്സിന് നേടാൻ സാധിക്കുമോ? ഏറ്റവും നിർണായകമായ ഒരു ടോസാണ് അവർ ജയിച്ചിരിക്കുന്നത്. നല്ലൊരു കൂറ്റൻ സ്കോർ പടുത്തുയർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അഡ്വാൻറ്റേജ് സൺറൈസേഴ്സിന് തന്നെയായിരിക്കും. അപ്പൊ ടോസിലെ എടുത്ത തീരുമാനം അത് ശരിവെക്കുന്ന രീതിയിൽ ഇനി സൺറൈസേഴ്സിന്റെ ബാറ്റർമാരുടെ പെർഫോമൻസ് ഏറ്റവും നിർണായകമാവുന്ന ഒരു ഘട്ടത്തിലോട്ടാണ് ഈ IPLന്റെ ഫൈനൽ മാറിയിരിക്കുന്നത്. ശ്രീരംഗനാഥൻ, ഒരു കാര്യം കൂടി പറഞ്ഞതുപോലെ ബാറ്റിംഗ് വെടിക്കെട്ട് കാഴ്ചവെക്കുന്ന 2 ടീമാണ്. നമ്മൾ നേരത്തെ പലവട്ടം ചർച്ച ചെയ്തതാണ്, IPL ആവശ്യത്തിൽ തന്നെ ചർച്ച ചെയ്തതാണ്. എന്നിരുന്നാലും ഈ ഒരു സൺറൈസേഴ്സിന്റെ ഓപ്പണിംഗ് ആ ഒരു കൂട്ടുകെട്ട് തന്നെ ആയിരിക്കില്ലേ ഇന്നും നിർണായകമാകുക? ഏറ്റവും നിർണായകം അവരുടെ 2പേരുടെയും ബാറ്റിംഗ് ആണ്. ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും. ഇതിൽ ഒരു ബാറ്റർ ഒരു 10 ഓവറിന് മുകളിൽ ബാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സൺറൈസേഴ്സ് ഒരു വലിയ സ്കോർ, കാരണം ഇന്നും പിച്ച് റിപ്പോർട്ടിലും അല്ലെങ്കിൽ എല്ലാ രീതിയിലും പറയുന്നത് ഒരു വലിയ സ്കോർ പടുത്തുയർത്താൻ പറ്റിയ
പറ്റിയ ഒരു പിച്ച് തന്നെയാണെന്നാണ്. അപ്പൊ അതുകൊണ്ട് നല്ലൊരു തുടക്കം സൺറൈസേഴ്സിന് ലഭിക്കുക, അത് മാത്രമല്ല തുടർച്ചയായിട്ടുള്ള ആ ഓപ്പണിംഗ് കൂട്ടുകെട്ട് അതും ഇന്ന് തുടരാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു വലിയ സ്കോർ കണ്ടെത്താൻ സാധിക്കും. മധ്യനിര പൂർണ്ണമായിട്ടും അവർക്ക് കഴിവുള്ള നിരവധി ബാറ്റർമാർ അടങ്ങുന്ന ഒരു ടീമാണ് സൺറൈസേഴ്സ്. അപ്പൊ അതുകൊണ്ട് നല്ലൊരു തുടക്കം മധ്യനിരയും പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അവരെ ശരിവെക്കുന്ന രീതിയിൽ ഒരു കൂറ്റൻ സ്കോർ പടുത്തുയർത്താൻ സാധിക്കും. എന്തായാലും കൊൽക്കത്തയുടെ ബോളിങ്ങിനെ നമുക്ക് അത്ര കണ്ട് ചെറുതാക്കി കാണാൻ സാധിക്കില്ല. എന്നാലും ഒരു ഏകദേശം താങ്കളുടെ ഒരു കണക്കുകൂട്ടൽ വെച്ച് ചിദംബരം സ്റ്റേഡിയമാണ് ബോളർമാർക്ക് കുറച്ച് ആധിപത്യം നൽകുന്ന ഒരു സ്റ്റേഡിയമാണ്. ഇന്ന് ഏകദേശം ടോട്ടൽ എത്ര വരെ പോകാനുള്ള സാധ്യതയാണുള്ളത്? ഇന്ന് 180+, അത് തന്നെയാണ്. 180 മുകളിൽ ഒരു നല്ല സ്കോർ. 200-ലധികം പോവുകയാണെങ്കിൽ സൺറൈസേഴ്സിന് അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് വിജയിക്കുമെന്ന് തന്നെ ഉറപ്പിക്കാവുന്ന രീതിയിലായിരിക്കും മത്സരം മാറുക. കാരണം രണ്ടാമത് ആ ഒരു വലിയ സ്കോർ ചേസ് ചെയ്ത് ജയിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് സൺറൈസേഴ്സിന്റെ ബോളർമാരൊക്കെ പാറ്റ് കമ്മിൻസ് ഉൾപ്പെടുന്ന ക്യാപ്റ്റൻ ഉൾപ്പെടുന്ന ആ ടീം അവര് അത് നേരിടുമ്പോൾ അവർക്ക് KKR-ന് അതൊരു തിരിച്ചടി തന്നെയായിരിക്കും. എങ്കിലും 200-ലധികം റൺസ്, അത് 180+, അതൊരു നല്ല സ്കോർ തന്നെയായിരിക്കും. ഓക്കെ, എന്തായാലും ശ്രീ പി രംഗനാഥൻ തുടരുക. നമുക്ക് നമ്മുടെ ന്യൂസ് ഡെസ്കിൽ നിന്ന്, സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ശരത്ത് തുടരുന്നുണ്ട്. നേരത്തെ ശരത്ത് പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ആ ഒരു ടീമിൻ്റെ പെർഫോമൻസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്, അത് തുടരാം. അതെ, നിഖിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടീമിന്റെ ഓരോ ബാറ്റർമാരുടെയും പ്രകടനം പരിശോധിക്കുകയാണെങ്കിൽ കൊൽക്കത്തയിൽ ഏറ്റവും അധികം റൺസ് കൊൽക്കത്തയ്ക്കായി ബാറ്റിംഗിൽ സ്കോർ ചെയ്തിട്ടുള്ളത് സുനിൽ നരൈനാണ്. സുനിൽ നരൈൻ ഏകദേശം 482 റൺസാണ് ഇതുവരെ IPL സ്കോർ ചെയ്തിട്ടുള്ളത്. രണ്ടാമതുള്ളത് ഫിൽ സാൾട്ട് ആണ്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊൽക്കത്തയ്ക്ക് ഇന്നത്തെ മത്സരത്തിൽ നഷ്ടമാകും. കാരണം ഇംഗ്ലണ്ട് അവരുടെ ലോകകപ്പ് തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ട് ഫിൽ സാൾട്ടിനെ അടക്കമുള്ള ഇംഗ്ലീഷ് താരങ്ങളെ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് വിളിച്ചിരുന്നു. അതിന്റെ ഭാഗമായി ഫിൽ സാൾട്ടിനും കൊൽക്കത്ത ടീമിൽ നിന്നും പോകേണ്ട ഒരു അവസ്ഥയുണ്ട്. അതിനാൽ തന്നെ ഫിൽ സാൾട്ട് കൊൽക്കത്ത നിരയിലില്ല. ഫിൽ സാൾട്ട് ആണ് സുനിൽ നരൈന് ശേഷം കൊൽക്കത്തയിൽ ഏറ്റവും അധികം റൺസ് സ്കോർ ചെയ്തിട്ടുള്ള താരം. ഏകദേശം 435 റൺസാണ് ഫിൽ സാൾട്ട് സ്കോർ ചെയ്തിട്ടുള്ളത്. മൂന്നാം സ്ഥാനത്ത് കൊൽക്കത്തയ്ക്ക് ഏറ്റവും അധികം റൺസ് സ്കോർ ചെയ്തിട്ടുള്ളത് ശ്രേയസ് അയ്യരാണ്. അതായത് കൊൽക്കത്തയുടെ നായകൻ ശ്രേയസ് അയ്യരാണ്. അതായത് 345 റൺസാണ് കൊൽക്കത്തയ്ക്ക് വേണ്ടി ശ്രേയസ് അയ്യർ പടുത്തുയർത്തിയിട്ടുള്ളത്. അതിനാൽ തന്നെ ഈ രണ്ട് താരങ്ങൾ, ഇപ്പോൾ ഫിൽസാൾട്ട് ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ രണ്ട് താരങ്ങളെയാകും കൊൽക്കത്ത ഏറ്റവും അധികം ആശ്രയിക്കുക. കാരണം ഓപ്പണിംഗ് വിക്കറ്റിൽ സുനിൽ നരൈൻ്റെ ഒരു പ്രകടനം ഇവിടെ നിർണായകമാകും. നമുക്ക് സുനിൽ നരൈൻ്റെ ബാറ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഗൗതം ഗംഭീർ കൊൽക്കത്തയുടെ നായകനായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് സുനിൽ നരൈനെ ഓപ്പണിംഗ് വിക്കറ്റിലേക്ക് പരീക്ഷിക്കുന്നത്. അവിടം തൊട്ട് ഗൗതം ഗംഭീർ പോലും വിചാരിക്കാത്ത രീതിയിലാണ് സുനിൽ നരൈൻ അവിടെ കത്തിക്കയറിയത്. കാരണം ഓപ്പണിംഗ് വിക്കറ്റിൽ തെല്ലും ഭയമില്ലാതെ ബോളർമാരെ അടിച്ചകറ്റുന്ന ഒരു പ്രകടനമാണ് സുനിൽ നരൈൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതുതന്നെയാണ് ഈ IPL ഉടനീളം അദ്ദേഹം ശ്രേയസ് അയ്യരും ഗൗതം ഗംഭീറിന്റെ പാത പിന്തുടർന്ന് സുനിൽ നരൈനെ ഓപ്പണിംഗ് വിക്കറ്റിൽ ഇറക്കുന്നു. അത് ഗൗതം ഗംഭീർ എന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെ ഇവിടെയും ശ്രേയസ് അയ്യരിന്റെ ആ ഒരു നീക്കം ഇവിടെയും ഫലവത്തായി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓപ്പണിംഗ് വിക്കറ്റിൽ ഇറങ്ങി സുനിൽ നരൈൻ 482 റൺസാണ് അടിച്ചത്. കാരണം നമുക്കറിയാം സുനിൽ നരൈൻ ഈ IPL വരുന്ന സമയത്തിന് മുമ്പ് സുനിൽ നരൈൻ ഒരു മികച്ച ബൗളറാണ്. അദ്ദേഹത്തിന്റെ ബോളിംഗ് മികവ് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം മികച്ച ഒരു ബോളറാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് കഴിവ് അത് ഈ IPL ആണ് തുറന്നു കാട്ടിയത്. അതിന് വ്യക്തമായ ഒരു വഴി ഒരുക്കിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ഇതുപോലെ തന്നെ ഗൗതം ഗംഭീറും ശ്രേയസ് അയ്യരുടെയും ഒരു നായകത്വമാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ സുനിൽ നരൈൻ കത്തിക്കയറിയത് കൊൽക്കത്തയ്ക്ക് പല മത്സരങ്ങളിലും സഹായകരമായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത. കൊൽക്കത്തയെ 260 മുകളിലുള്ള റൺസൊക്കെ ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ള റൺസ് പടുത്തുയർത്താനോ സുനിൽ നരൈൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പ്രകടനം അത് എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം ഒരു സെഞ്ചുറി കുറിച്ചിട്ടുണ്ട് ഈ മത്സരത്തിൽ. മാത്രമല്ല അതിവേഗ അർദ്ധ സെഞ്ചുറികൾ അദ്ദേഹം നിരവധി തവണ മത്സരത്തിലുടനീളം സ്വന്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എടുത്തു പറയേണ്ടത് തെല്ലും ഭയമില്ലാതെ ബൗളർമാർ ഓപ്പോസിറ്റ് ആരാണോ ബൗൾ ചെയ്യുന്നത് അതിൽ തെല്ലും ഭയമില്ലാതെ പവർ പ്ലേ ഓവറുകളെ കൃത്യമായി മുതലാക്കി പരമാവധി റൺസ് സ്കോർ ചെയ്യുക എന്ന ചുമതല മാത്രമാണ് സുനിൽ നരൈൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ അദ്ദേഹം അതിൽ നിന്നും ഒരുപാട് വളർന്ന് അദ്ദേഹം മികച്ച ഒരു പ്രകടനം, ഒരു ബാറ്റർ എങ്ങനെയാണോ ഒരു പ്രകടനം പുറത്തെടുക്കുന്നത് അത്രത്തോളം മികച്ച ഒരു പ്രകടനം സുനിൽ നരൈൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതാണ് കൊൽക്കത്തയെ ഇത്തരത്തിലധികം ഒരു മികച്ച വിജയത്തിലേക്ക് നയിക്കുന്നതും പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നതിലും സഹായിച്ചത്. മാത്രമല്ല അടുത്തത് ശ്രേയസ് അയ്യറിന്റെ കാര്യമാണ് പറയാനുള്ളത്. നമുക്കറിയാം ഇന്ത്യൻ യുവതാരമാണ് ശ്രേയസ് അയ്യർ. അദ്ദേഹത്തിന്റെ ബാറ്റും കൊൽക്കത്തയ്ക്കായി നിരവധി തവണ മികച്ച പ്രകടനം പുറത്തെടുത്തു. അപ്പോൾ ഇത്തരത്തിലുള്ള ശ്രേയസ് അയ്യരും സുനിൽ നരൈനും, അത് മാത്രമല്ല ഫിനിഷിംഗിലേക്ക് വരുമ്പോൾ റിങ്കു സിംഗ് ഉണ്ട്. യുവതാരമാണ് ഇന്ത്യയുടെയും ഫിനിഷിംഗിൽ നമുക്ക് പരീക്ഷിക്കാവുന്ന ഒരു യുവതാരമാണ്. അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്നും ഉണ്ടാകുന്ന ഒരു പ്രഹരശേഷി അതും ബോളർമാർക്ക് കനത്ത, നമ്മളത് കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ്. യഷ് ദയാലിനെതിരായ ഗുജറാത്തിനെതിരായ മത്സരത്തിൽ യഷ് ദയാൽ എന്ന ബൗളറെ നിഷ്കരുണം തല്ലി തകർക്കുന്ന ഒരു
കാഴ്ച നമ്മൾ കണ്ടതാണ്. ഒരു ഓവറിൽ ജയിക്കാൻ 30 റൺസ് വേണ്ടപ്പോൾ ഒരു 5 പന്തുകളിലും സിക്സർ അടിച്ചുകൊണ്ട് വിജയിപ്പിച്ച ആ റിങ്കു സിംഗിന്റെ പ്രകടനം അതും എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ ബാറ്റിങ്ങിൽ പൂർണ്ണമായും കൊൽക്കത്ത കരുത്തരാണ്. മറുവശത്ത് അവരുടെ ബൗളിംഗ് പരിശോധിക്കുകയാണെങ്കിൽ അവർക്ക് അത് ഇന്നത്തെ പിച്ചിന്റെ ഒരു ഘടനയും കൂടി പരിശോധിച്ച് അവരുടെ ബോളിംഗിലേക്ക് നമ്മൾ ബോളിംഗ് വിലയിരുത്തുകയാണെങ്കിൽ സ്പിന്നിനെ ഏറ്റവും അധികം പിന്തുണയ്ക്കുന്ന ഒരു പിച്ചാണ് ചെന്നൈയിലെ ചിദംബരം സ്റ്റേഡിയത്തിലെ പിച്ച്. അപ്പോൾ ഈ പിച്ചിൽ കൊൽക്കത്തയുടെ ബൗളർമാർ നിർണായക ഒരു പങ്ക് വഹിക്കും. കൊൽക്കത്ത അതായത് സൺറൈസേഴ്സ് ബാറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ ചെറിയ സ്കോറിൽ പിടിച്ചൊതുക്കാൻ കൊൽക്കത്തയ്ക്ക് അവരുടെ ബോളർമാർ നിർണായക ഒരു സ്വാധീനം ചെലുത്തുമെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. നമുക്ക് അവരുടെ ബോളിംഗ് പരിശോധിച്ചാൽ വരുൺ ചക്രവർത്തി ഉണ്ട്. അവർക്കായി ഏറ്റവും അധികം വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുള്ളത് വരുൺ ചക്രവർത്തിയാണ്. 20 വിക്കറ്റുകളാണ് വരുൺ ചക്രവർത്തി ഈ IPL മാത്രം നേടിയിട്ടുള്ളത്. അതിനുശേഷം ഹർഷിത് റാനയാണ് ഈ IPL കൊൽക്കത്തയുടെ പുതിയ കണ്ടെത്തലാണ് ഹർഷിത് റാന. അദ്ദേഹം 17 വിക്കറ്റുകൾ അദ്ദേഹം കൊൽക്കത്തയ്ക്കായി ഈ സീസണിൽ മാത്രം വീഴ്ത്തിയിട്ടുണ്ട്. അവസാനം 3-ാം സ്ഥാനത്തുള്ളത് സുനിൽ നരൈനാണ്. നമുക്കറിയാം ബാറ്റിംഗിൽ അദ്ദേഹം 1-ാം സ്ഥാനത്താണ്. കൊൽക്കത്തയ്ക്കായി ഏറ്റവും അധികം റൺസ് സ്കോർ ചെയ്ത താരമാണ് അദ്ദേഹം. ബൗളിംഗിൽ 16 വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധേയകരമായ കാര്യം എന്തെന്നാൽ മൂന്ന് മികച്ച വിക്കറ്റ് വേട്ടക്കാരിൽ 2 സ്പിന്നർമാർ ആണ് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മാത്രമല്ല ഇന്നത്തെ ഈ പിച്ച് സ്പിന്നിനെ വളരെയധികം അനുകൂലിക്കുന്ന ഈ ഒരു പിച്ചിൽ ഈ 2 ബൗളർമാരും എപ്രകാരമാകും ഒരു പ്രകടനം പുറത്തെടുക്കുക എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. ചെന്നൈ പിച്ച് നമുക്കറിയാം രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിനെ കുറച്ചധികം തുണയ്ക്കാത്ത ഒരു പിച്ചാണ്. നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ രാജസ്ഥാനെതിരായ മത്സരത്തിൽ അത് കണ്ടതാണ്. അപ്പോൾ ഇവിടെ ബോളർമാർ ചെലുത്തുന്ന 2ാം ഇന്നിംഗ്സ് ബോൾ ചെയ്യുമ്പോൾ ബോളർമാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു പ്രകടനം ഇവിടെ നിർണായകമാണ്. മറുവശത്ത് നമ്മൾ ഇനി സൺറൈസേഴ്സിന്റെ ഒരു ബാറ്റിംഗ് നിര പരിശോധിച്ചാൽ അവരുടെ ഓപ്പണിംഗ് വിക്കറ്റിലുള്ളത് ഓസ്ട്രേലിയയുടെ ട്രാവിസ് ഹെഡാണ്. അപ്പോൾ ഓസ്ട്രേലിയയുടെ ആ ഒരു ട്രാവിസ് ഹെഡിന്റെ ഒരു പ്രകടനം പരിശോധിച്ചാൽ അദ്ദേഹം 500-ന് മുകളിൽ റൺസ് ഈ IPL സ്കോർ ചെയ്തിട്ടുണ്ട്. 567 റൺസാണ് ട്രാവിസ് ഹെഡിന്റെ ഈ IPL മാത്രം സമ്പാദ്യം. നമുക്കറിയാം ട്രാവിസ് ഹെഡ് ഇന്ത്യയിൽ അധികം പ്രശസ്തനായത് ഭാരതത്തിനെതിരായ ആ ഒരു ലോകകപ്പ് മത്സരം ഫൈനലിൽ ഭാരതത്തിനെതിരെ തട്ടിയകറ്റിയ ഒരു മത്സരമുണ്ട്. ആ മത്സരം കണ്ടവരാരും ട്രാവിസ് ഹെഡിനെ മറക്കാൻ വഴിയില്ല. അപ്പോൾ ആ ട്രാവിസ് ഹെഡിന്റെ പ്രകടനം തന്നെയാണ് ഹൈദരാബാദും ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ട്രാവിസ് ഹെഡ് മികച്ചൊരു പ്രകടനം പുറത്തെടുത്തു കഴിഞ്ഞാൽ മികച്ച രീതിയിലുള്ള ഒരു സ്കോർ ഹൈദരാബാദിന് ഇവിടെ നേടുവാൻ സാധിക്കും. ട്രാവിസ് ഹെഡ് 567 റൺസാണ് നിലവിൽ ഈ ഒരു സീസൺ IPL സ്കോർ ചെയ്തിട്ടുള്ളത്. 2ാം സ്ഥാനത്തുള്ള അഭിഷേക് ശർമ്മയാണ്. ഓപ്പണിംഗ് വിക്കറ്റിൽ ട്രാവിസ് ഹെഡിനോടൊപ്പം മികച്ച പിന്തുണ നൽകുന്ന ഇന്ത്യൻ യുവതാരമാണ് അഭിഷേക് ശർമ്മ. അദ്ദേഹം 482 റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഈ IPL അതായത് ഈ ഒരു മത്സരത്തിൽ അദ്ദേഹം ഒരു മികച്ച പ്രകടനം പുറത്തെടുത്താൽ ഒരു 18 റൺസ് കൂടി അദ്ദേഹം സ്കോർ ചെയ്ത് അദ്ദേഹത്തിന് 500 എന്ന് പറയുന്ന ഒരു നാഴികക്കല്ല് മറികടക്കുവാൻ സാധിക്കും. അപ്പോൾ അഭിഷേക് ശർമ്മ ട്രാവിസ് ഹെഡ് ഓപ്പണിംഗ് കൂട്ടുകെട്ട് അത് ഈ മത്സരത്തിൽ ഇപ്പോൾ ആദ്യം ബാറ്റ് ചെയ്യുന്ന സൺറൈസേഴ്സിന് അത് നിർണായകമാകും. മാത്രമല്ല 3-ാം സ്ഥാനത്ത് മികച്ച ബാറ്റിംഗ് ശരാശരിയും മികച്ച റൺസുമായിട്ടുള്ളത് ഹെൻറിച്ച് ക്ലാസനാണ് ദക്ഷിണാഫ്രിക്കയുടെ. അതായത് 463 റൺസ് മധ്യനിരയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുക എന്നുള്ളതാണ് ഹെൻറിച്ച് ക്ലാസിന് മേലുള്ള ദൗത്യം. അദ്ദേഹം അത് എല്ലാ മത്സരങ്ങളിലും മിക്ക മത്സരങ്ങളിലും അദ്ദേഹം അത് പുറത്തെടുക്കുന്ന ഒരു പ്രകടനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ കണ്ടതാണ്. ഹെൻറിച്ച് ക്ലാസിന്റെ ആ ഒരു അർദ്ധ സെഞ്ചുറി പ്രകടനമാണ് രാജസ്ഥാനെതിരായ മത്സരം സൺറൈസേഴ്സിന്റെ ഭാഗത്തേക്ക് തിരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത്. അപ്പോൾ കഴിഞ്ഞ മത്സരം നമുക്കറിയാം ചെന്നൈയിൽ വെച്ചാണ് നടന്നത്. അന്ന് ഹൈദരാബാദ് ഇതുപോലെ ബാറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായ തുടക്കം. അപ്പോൾ ആ ബാറ്റിംഗിൽ നിന്നാണ് പാഠവും ഉൾക്കൊണ്ടുകൊണ്ടാണ് പാറ്റ് കമ്മിൻസ് വീണ്ടും രണ്ടാമത് ഫൈനൽ നടക്കുമ്പോഴും ബാറ്റിംഗ് തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം. അപ്പോൾ ഈ ഒരു താരങ്ങളിൽ നിന്ന് മികച്ച പ്രകടനം അതായത് ഹൈദരാബാദിന്റെ സ്കോറിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും IPL കലാശ പോരാട്ടത്തിൻ്റെ ടോസ് ഇട്ടിരിക്കുകയാണ്. ടോസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ടോസ് നേടിയ ഹൈദരാബാദ് ബാറ്റിംഗ് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇതിനോടൊപ്പം പറയേണ്ട ഒരു കാര്യം ഈ ഒരു ടോസിന് ശേഷം ഉള്ള ആ ഒരു ടോക്കിനിടയിൽ കൊൽക്കത്തയുടെ നായകൻ ശ്രേയസ് അയ്യർ പറഞ്ഞൊരു കാര്യമുണ്ട്. തങ്ങൾക്ക് ടോസ് ലഭിച്ചിരുന്നെങ്കിൽ ബൗളിംഗ് തിരഞ്ഞെടുത്തേനെ എന്നാണ് ശ്രേയസ് അയ്യർ പറഞ്ഞത്. അപ്പോൾ 2 നായകന്മാരും എന്താണോ മനസ്സിലുദ്ദേശിച്ചത് അത് തന്നെയാണ് നടന്നിരിക്കുന്നത്. എന്തായാലും നമ്മോടൊപ്പം ശ്രീ P. രംഗനാഥൻ തുടരുന്നുണ്ട്. ശ്രീ രംഗനാഥൻ, പറഞ്ഞതുപോലെ ടോസ് ഇട്ടു. ഇനി നമുക്ക് മറ്റൊരു കാര്യം പരിശോധിക്കേണ്ടതുള്ളത് ഈ ഒരു ടീമുകൾ തമ്മിലുള്ള നേർക്ക് നേർ വന്ന പോരാട്ടങ്ങളാണ്. അതിൽ കഥയില്ല എന്നറിയാം, കാരണം പലതും ചരിത്രങ്ങളാണ്. പക്ഷേ എന്നാലും ഈ ഒരു IPL സീസണിലാണെങ്കിൽ പോലും 2 മത്സരം കളിച്ചതിൽ 2ലും കൊൽക്കത്ത വിജയം സ്വന്തമാക്കുന്നു. മൊത്തത്തിലുള്ള കണക്ക് പരിശോധിച്ചാൽ 27 മത്സരങ്ങളാണ് 2 ടീമുകളും തമ്മിൽ നേർക്ക് നേർ വന്നത്. അതിൽ തന്നെ 19 മത്സരങ്ങളിൽ കൊൽക്കത്ത ജയിച്ചപ്പോൾ 9 മത്സരങ്ങളിൽ മാത്രമാണ് 18 മത്സരങ്ങളിൽ കൊൽക്കത്ത ജയിച്ചപ്പോൾ 9 മാത്രമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന് വിജയിക്കാനായത്. ഈ ഒരു കണക്ക്, അതായത് ചരിത്രം, നേർക്കുനേരുള്ള ചരിത്രം എങ്ങനെയാണ് താങ്കൾ പരിശോധിക്കുന്നത്? കണക്കിൽ നോക്കുകയാണെങ്കിൽ KKR മുന്നിലാണെങ്കിലും മത്സരം വരുമ്പോൾ ഇരു ടീമുകൾക്കും ഒരേപോലെയാണ് സമ്മർദ്ദം. അപ്പൊ അത് പ്രത്യേകിച്ച് ഫൈനലിൽ ഏറ്റുമുട്ടുമ്പോൾ അത് കൂടുതൽ ഇരു ടീമുകളെയും സമ്മർദ്ദത്തിലാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ എക്സ്പീരിയൻസിന്റെ കാര്യത്തിൽ
ഒരു പരിധിവരെ ഇരു ടീമുകളും തുല്യ ശക്തികൾ എന്ന് തന്നെ വിശേഷിപ്പിക്കണം. കാരണം പാറ്റ് കമ്മിൻസ് നയിക്കുന്ന സൺറൈസേഴ്സ് അല്ലെങ്കിൽ മിച്ചൽ സ്റ്റാർക്ക് ഉൾപ്പെടുന്ന KKR, അപ്പോ രണ്ട് ഓസ്ട്രേലിയൻ താരങ്ങൾ, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓസ്ട്രേലിയൻ താരങ്ങളാണ് ഇരു ടീമുകളിലും ഉള്ളത്. പിന്നെ KKRന് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാനായിട്ട് T20 സ്പെഷ്യലിസ്റ്റ് ആയ നരയനും കൂടാതെ റസൽ, ഈ രണ്ടുപേരുടെ സാന്നിധ്യം അത് ഏറെ KKRന് ഗുണം ചെയ്യും. കാരണം അവരുടെ ഒരു ദിവസമാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഏത് റൺ ചേസും അവർക്ക് നേടാനായിട്ട് അനായാസം സാധിക്കുമെന്നുള്ള ശൈലിയിലുള്ള ബാറ്റിംഗ് ആണ് ഇരുവരുടെയും. അപ്പൊ ഇന്ന് ടീമിൽ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷെ സൺറൈസേഴ്സിന്റെ കുറച്ചും കൂടെ കളി മനസ്സിലാക്കി കളിക്കുന്ന താരങ്ങളാണ്. പ്രത്യേകിച്ച് ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, ക്ലാസൻ. കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് ക്ലാസന്റെ ഒരു അർദ്ധ സെഞ്ചുറി എത്ര ക്രൂഷ്യലായി മാറി എന്നുള്ളത്. പിന്നെ ഷാബാസ് അഹമ്മദ് ആയാലും അവരുടെ ബോളിംഗ് അറ്റാക്ക് ആയാലും എല്ലാ രീതിയിലും തുല്യ ശക്തികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന രണ്ട് സ്പിന്നേഴ്സ് KKRനുള്ളത്, വരുൺ ചക്രവർത്തി, അതുകൂടാതെ നരയൻ. പക്ഷെ മറുവശത്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് സ്പിന്നേഴ്സ് അഭിഷേക് ശർമ്മയും കൂടാതെ കഴിഞ്ഞ മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ച് ആയിട്ടുള്ള ഷബാസ് അഹമ്മദും. ഫാസ്റ്റ് ബോളിങ്ങിന്റെ കാര്യത്തിലായതും എക്സ്പീരിയൻസിന്റെ കാര്യത്തിൽ സൺറൈസേഴ്സിന്റെ ബൗളർമാർ കുറച്ച് മുന്നിലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഭുവനേശ്വർ കുമാർ, ഭാരതത്തിന്റെ ബോളറായിട്ടുള്ള ഭുവനേശ്വർ കുമാർ, അദ്ദേഹത്തിന്റെ ഒരു സ്പെല്ല് അത് വളരെ നിർണായകമാണ്. അദ്ദേഹത്തിന്റെ 4 ഓവർ തുടക്കം. നടരാജൻ, അദ്ദേഹത്തിന്റെ വളരെ എക്സ്പീരിയൻസിന്റെ കാര്യത്തിൽ ഈ 3 ഫാസ്റ്റ് ബോളർമാർ ഏറെ മുന്നിലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. മറുവശത്ത് റാണെ ആയാലും മറ്റുള്ളവരെല്ലാം തന്നെ പുതിയ ഒരു താരങ്ങളാണ്. അപ്പൊ അവര് എങ്ങനെയാണ് ഈ ഫൈനലിൽ പന്തെറിയുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യത്തെ. എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ഒരു തുല്യ പ്രാധാന്യത്തോടു കൂടി ഇരു ടീമുകളുടെയും ലൈനപ്പ് നോക്കുകയാണെങ്കിലും ടീമിന്റെ ഓരോ താരങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിലും ഒരു തുല്യ ശക്തികൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ബാറ്റിങ്ങിന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും KKR ഒരു പരിധി വരെ അവർ മുന്നിലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഓക്കെ ശ്രീരംഗ, മറ്റൊരു കാര്യം കൂടി, ഇപ്പോൾ ഈ നായകന്മാരുടെ കാര്യം, കമ്മിൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ രണ്ട് നായകന്മാരെയും അവരുടെ ഒരു പ്രകടനം, അതായത് കമ്മിൻസിലേക്ക് വന്നാൽ ഓസീസിന് ലോക കിരീടം നേടിക്കൊടുത്ത ഒരു നായകനാണ്, വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടിക്കൊടുത്തൊരു നായകനാണ്. മറുവശത്തൊരു യുവ താരമാണ്, ഇന്ത്യയുടെ ഒരു യുവ നായകൻ എന്ന ഒരു കാലത്ത്, ഇന്ത്യയുടെ ഭാവി നായകൻ എന്ന് ഒരു കാലത്ത് പറഞ്ഞു കേട്ട ഒരു താരം കൂടിയാണ് കൊൽക്കത്തയെ നയിക്കുന്നത്. അപ്പോൾ ഈ നായകന്മാരുടെ എക്സ്പീരിയൻസും ഇന്നത്തെ ഒരു ഫൈനൽ, കാരണം ഈ ഒരു ഫൈനലിൻ്റെ ഒരു പ്രഷർ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഈ നായകന്മാരുടെ തീരുമാനങ്ങൾ പലതും നിർണായകമാകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നായകന്മാരുടെ എക്സ്പീരിയൻസ് ഇന്ന് നിർണായകമാവില്ലേ? വളരെ വ്യക്തമാണത്. കാരണം കഴിഞ്ഞ മത്സരത്തിൽ പാറ്റ് കമ്മിൻസിന്റെ ആ ക്യാപ്റ്റൻസിയിലാണ് സൺറൈസേഴ്സ് വിജയം കണ്ടതും ഫൈനലിൽ എത്തിയതും. കാരണം ഇമ്പാക്ട് പ്ലെയറിനെ ഇൻക്ലൂഡ് ചെയ്യുന്നു, ആ ടീമിൽ വരുത്തിയ മാറ്റങ്ങൾ, എല്ലാ രീതിയിലും അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം ഏറെ സൺറൈസേഴ്സിന് ഗുണം ചെയ്തു എന്ന് പറയാം. മറുവശത്ത് ശ്രേയസ് അയ്യർ എങ്ങനെയല്ല, ഒരു എക്സ്പീരിയൻസ്ഡ് ടീമിനെയാണ് അദ്ദേഹം നയിക്കുന്നത്. പ്രത്യേകിച്ച് നരയൻ അല്ലെങ്കിൽ റസലിനെ പോലെയുള്ള താരങ്ങൾ ഉൾപ്പെടുന്ന ആ ടീമിനെ നയിക്കാനായിട്ട് അദ്ദേഹത്തിന് ആ യുവ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ഒരുപാട് അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒരിക്കലും നമുക്ക് ഏറെ മികച്ചതാണെന്ന് പറയാൻ സാധിക്കില്ല. കഴിഞ്ഞ മത്സരത്തിൽ നേടിയ അർദ്ധ സെഞ്ചുറി അത് പൂർണ്ണമായിട്ടും ക്യാപ്റ്റന് കൂടുതൽ ആത്മവിശ്വാസം നൽകിയിരിക്കുന്നു. മധ്യനിരയിൽ ബാറ്റ് ചെയ്യുമ്പോൾ ഫൈനലിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിന് അവസരം ലഭിച്ച ഒരു ടീമിനെ വിജയത്തിലോട്ട് എത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്തം കൂടി ഈ ക്യാപ്റ്റന് മേൽ വന്നിരിക്കുന്നു. പാറ്റ് കമ്മിൻസിന്റെ ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ക്യാപ്റ്റനാണ്. അദ്ദേഹം വരുത്തുന്ന മാറ്റങ്ങൾ, കഴിഞ്ഞ തവണ 7 ബോളർമാരെ പരീക്ഷിച്ചാണ് അദ്ദേഹം രാജസ്ഥാനെതിരെ വിജയം കരസ്ഥമാക്കിയതും. അങ്ങനെയുള്ള പല മാറ്റങ്ങളും, ക്ലാസിനെ കൊണ്ട് ത്രൂ ഔട്ട് ബാറ്റ് ചെയ്യിപ്പിച്ചു, അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടുന്നു. അപ്പൊ ഒരു പ്ലാൻ ബേസ് നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയൻ നായകന് നമ്മൾ കൂടുതൽ ഒരു മാർക്ക് നൽകേണ്ടിയിരിക്കുന്നു. എങ്കിൽ തന്നെയും ഒരിക്കലും ഭാരതത്തിന്റെ പ്ലെയർ ആയിട്ടുള്ള ശ്രേയസ് അയ്യരെ നമുക്ക് എഴുതി തള്ളാൻ സാധിക്കില്ല. അദ്ദേഹം ഫൈനലിൽ ഇപ്പൊ വിജയിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും പറയും ശ്രേയസ് അയ്യരാണ് മികച്ചത്. ഓക്കെ, ശ്രീരംഗനാഥൻ തുടരുക. നമ്മുടെ ഇപ്പോൾ സ്പോർട്സ് സെക്ഷനിൽ നിന്ന് ശരത്ത് തുടരുന്നുണ്ട്. ശരത്ത്, എന്തായാലും ടോസ് കഴിഞ്ഞിരിക്കുന്നു, പ്ലേയിങ് 11 ആയിരിക്കുന്നു. പ്ലേയിങ് 11 രണ്ട് ടീമിലും മാറ്റങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല. എന്നിരുന്നാലും ആ പ്ലേയിങ് 11 ഒന്ന് വിശദീകരിക്കുക. നമുക്ക് ആദ്യം ബാറ്റ് ചെയ്യുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ പ്ലേയിങ് 11 പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ ഓപ്പണിംഗ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ കൂട്ടുകെട്ട് തന്നെയാണ് അവരുടെ ഓപ്പണിംഗ് വിക്കറ്റിൽ ഇന്ന് ഇറങ്ങുക. നമുക്കറിയാം ഇരു താരങ്ങളുടെയും ബാറ്റിംഗ് പ്രകടനം. അതിനുശേഷം അഡോണായി ഇറങ്ങുന്നത് രാഹുൽ ത്രിപാഠിയാണ്. കഴിഞ്ഞ മത്സരത്തിൽ മികച്ച ഒരു പ്രകടനം പുറത്തെടുത്ത താരമാണ് രാഹുൽ ത്രിപാഠി. അദ്ദേഹത്തിന്റെ ബാറ്റും ഇന്ന് മികച്ച രീതിയിലുള്ള പ്രകടനം അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്നും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുശേഷം മൂന്നാമതുള്ളത് ഏഡൻ മാർക്കറുമാണ്, ദക്ഷിണാഫ്രിക്കൻ താരം. അതിനുശേഷം നിതീഷ് കുമാർ റെഡ്ഡിയുണ്ട്, ഹെൻറിച്ച് ക്ലാസൻ,
ഷബാസ് അഹമ്മദ് കഴിഞ്ഞ മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ച് പ്രകടനം കാഴ്ചവെച്ചത്. അതായത് കഴിഞ്ഞ മത്സരം അദ്ദേഹം ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങിയാണ് മാൻ ഓഫ് ദ മാച്ച് പ്രകടനം കാഴ്ചവെച്ചത്. അദ്ദേഹം ഇന്ന് പ്ലേയിങ് 11-ലുണ്ട്. അതുമാത്രമല്ല പാറ്റ് കമ്മിൻസ്, നായകൻ പാറ്റ് കമ്മിൻസ് തന്നെയാണ് മുന്നിൽ നിന്ന് നയിക്കുവാനുള്ളത്. അതിനുശേഷം എക്സ്പീരിയൻസ്ഡ് ബോളർ സൺറൈസേഴ്സിന്റെ എക്കാലത്തെയും പരിചയ സമ്പത്തുള്ള ബോളറായ ഭുവനേശ്വർ കുമാർ ഉണ്ട് നിരയിൽ. അതിനുശേഷം ജയദേവ് ഉനദ്കട്ട് ഉണ്ട്. അതിനുശേഷം നടരാജനുമുണ്ട്. നമുക്കറിയാം ഈ ഒരു 4 പേസ് ബോളിംഗ് അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് സ്പിൻ ബോളിങ്ങിനെ അനുകൂലിക്കുന്ന ഒരു പിച്ച്, അതായത് വേഗത കുറഞ്ഞ പിച്ചിൽ 4 ഫാസ്റ്റ് ബോളർമാരെ അണിനിരത്തിക്കൊണ്ടാണ് സൺറൈസേഴ്സ് അവരുടെ ഒരു ബോളിംഗ് ഒരുക്കിയിരിക്കുന്നു. നമുക്കറിയാം പാറ്റ് കമ്മിൻസ് ആകട്ടെ, ഭുവനേശ്വർ കുമാർ ആകട്ടെ, നടരാജനാകട്ടെ, ഉനദ്കട്ട് ആകട്ടെ, അതായത് 2 ഇടംകയ്യൻ പേസർമാരും 2 വലംകയ്യൻ പേസർമാരും. അപ്പോൾ ഈ പേസർമാരെ ഉപയോഗിച്ച് ഇവർ ഏത് രീതിയിലാകും മത്സരത്തിന്റെ ഒരു ഗതി മാറ്റുക എന്നുള്ളത് നമുക്കിനി ഹൈദരാബാദിന്റെ രണ്ടാമത്തെ ബോളിംഗിൽ മാത്രമേ നമുക്കത് കാണുവാൻ സാധിക്കുന്നുള്ളൂ. എന്തായാലും ബാറ്റിംഗ് പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ അവരുടെ ഒരു കൂട്ടുകെട്ടാണ് ഓപ്പണിംഗ് വിക്കറ്റിൽ ഉണ്ടാവുക. മറുവശത്ത് കൊൽക്കത്തയുടെ 11 പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം സുനിൽ നരൈൻ തന്നെയാണ്, ഒരു മാറ്റവുമില്ല, സുനിൽ നരൈൻ തന്നെയാണ് ഓപ്പണിംഗ് വിക്കറ്റിൽ ഇറങ്ങുക. സുനിൽ നരൈനൊപ്പം ബാറ്റ് ചെയ്യുക ഗുർബാസ് ആണ്. നമുക്കറിയാം അഫ്ഗാനിസ്ഥാൻ താരമാണ് ഗുർബാസ്. നമുക്കറിയാം IPL തുടക്കത്തിൽ ഫിൽ സാൾട്ടാണ് സുനിൽ നരൈനൊപ്പം ഓപ്പണിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഇംഗ്ലണ്ടിന്റെ ലോകകപ്പ് സ്കോഡിലുള്ള വിളിയിൽ അദ്ദേഹം നാട്ടിലേക്ക് പോയതിനാൽ ഗുർബാസ് ആണ് ഇപ്പോൾ സുനിൽ നരൈന് ഒപ്പം അതായത് ഓപ്പണിംഗ് വിക്കറ്റിൽ ഇറങ്ങുക. അതിനുശേഷമുള്ളത് വെങ്കടേഷ് അയ്യറാണ്. അദ്ദേഹം ഒരു ചെന്നൈ അതായത് തമിഴ്നാട് സ്വദേശിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു നാട്ടിൽ നടക്കുന്ന, സ്വന്തം മൈതാനത്ത് നടക്കുന്ന മത്സരം എന്ന പോലെ തന്നെയാണ്. അതിനുശേഷമുള്ളത് ശ്രേയസ് അയ്യറാണ്. നായകൻ ശ്രേയസ് അയ്യർ മുന്നിൽ നിന്ന് നയിക്കുന്ന നായകൻ ശ്രേയസ് അയ്യർ ബാറ്റിലും അത് തുടർന്ന് കഴിഞ്ഞാൽ അത് കൊൽക്കത്തയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കും. അതിനുശേഷം റിങ്കു സിംഗ്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ ഫിനിഷിംഗിൽ തിളങ്ങാൻ കഴിവുള്ള ഒരു താരമാണ് റിങ്കു സിംഗ്. അതുപോലെ തന്നെ റിങ്കു സിംഗ് ഉണ്ട് നിരയിൽ. ആന്ദ്രെ റസൽ, വെടിക്കെട്ട് ബാറ്റിങ്ങിന് പേരുകെട്ട ആന്ദ്രെ റസൽ ഉണ്ട് കൊൽക്കത്തൻ നിരയിൽ. അതിനുശേഷം രമൺദീപ് സിംഗ് ഉണ്ട് റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാനായിട്ട്. അതിനുശേഷം മിച്ചൽ സ്റ്റാർക്ക്, നമുക്കറിയാം ഇടംകയ്യൻ പേസർ. IPL തുടക്കത്തിൽ ഒരുപാട് വിമർശനങ്ങൾ കേട്ട താരമാണ്. ഇദ്ദേഹത്തിന് എന്തിനാണ് ഇത്രയും അധികം, അതായത് IPL തന്നെ ഏറ്റവും ഉയർന്ന തുകയ്ക്കാണ് അദ്ദേഹത്തിനെ കൊൽക്കത്ത ടീമിലെടുക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഒരുപാട് വിമർശനങ്ങൾ വന്നതാണ് എന്തിനാണ് അദ്ദേഹത്തിനെ ടീമിലെടുത്തെന്നുള്ളത്. പക്ഷേ അതിനുള്ളൊരു മറുപടിയെല്ലാം അദ്ദേഹം വന്ന മത്സരങ്ങളെല്ലാം അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു. നിഖിൽ, പി രംഗനാഥൻ തുടരുന്നുണ്ട്. ശ്രീ രംഗനാഥൻ, കണക്കിലെ കളികളും അല്ലെങ്കിൽ ടീമിൻ്റെ പ്രകടനവും ഇതൊക്കെ ആണെങ്കിലും ആത്യന്തികമായി ഇന്ന് ആര് ജയിക്കുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? സൺറൈസേഴ്സിനാണ് കൂടുതൽ സാധ്യത പറയുന്നതെങ്കിലും ആദ്യത്തെ ബാറ്റിങ്ങിന്റെ പവർ പ്ലേ അത് സ്റ്റാർക്കിനെ എങ്ങനെയാണ് ഹെഡും കൂടാതെ അഭിഷേക് ശർമ്മയും നേരിടുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. കഴിഞ്ഞ മത്സരത്തിൽ റൺ ത്രൂ ചെയ്തു സ്റ്റാർക്ക്. 3 വിക്കറ്റ് എടുത്ത് അദ്ദേഹം സൺറൈസേഴ്സിന്റെ ബാറ്റിംഗ് നിരയെ തന്നെ പരിങ്ങിലാക്കുന്ന ശൈലിയിലുള്ള ഒരു ബോളിംഗ് ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു തുടക്കം പവർ പ്ലേയിൽ എങ്ങനെയാണ് സൺറൈസേഴ്സ് ബാറ്റ് ചെയ്യുന്നത്, അവർക്ക് മികച്ച ഒരു തുടക്കം ലഭിച്ച് നല്ലൊരു സ്കോർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സൺറൈസേഴ്സിന് തന്നെയായിരിക്കും വിജയം. 200-ലധികം, അതാണ് ഞാൻ പറഞ്ഞ 180+, 200-ലധികം പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ച് രണ്ടാമത് ബാറ്റ് ചെയ്ത് ആ സ്കോർ ചേസ് ചെയ്യുക എന്നുള്ള ബുദ്ധിമുട്ടാണ്. പിന്നെ ഇന്നത്തെ ചെപ്പോക്കിന്റെ ഒരു സാഹചര്യത്തിൽ ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ള ഒരു പിച്ചായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല ബൗണ്ടറി യാർഡ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ 65 യാർഡൊക്കെയാണ് ഒരു സൈഡിലുള്ളത്. അതുകൊണ്ട് ഒരു വലിയ സ്കോർ പ്രതീക്ഷിക്കാം. മറുപടി ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ചേസ് ചെയ്യുന്ന ടീമിന് എപ്പോഴും സമ്മർദ്ദമായിരിക്കും. അതുകൊണ്ടാണ് പാറ്റ് കമ്മിൻസ് ഇപ്പോൾ 3 ഫാസ്റ്റ് ബോളർമാർ, നടരാജനായാലും ഉനദ്കട്ട് ആയാലും സ്വന്തമായിട്ട് പാറ്റ് കമ്മിൻസ് ഉൾപ്പെടെയുള്ളവരെ ടീമിൽ നിലനിർത്തിയിരിക്കുന്നതും അദ്ദേഹം ആ ഒരു പ്ലേയിങ് 11 തീരുമാനിച്ചതും. അപ്പൊ സ്പിന്നേഴ്സിനെ ഒരുപക്ഷെ റസലിനെ പോലെയുള്ള താരങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് അനായാസം സാധിക്കുമെന്നുള്ളത് കണ്ടുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ സൺറൈസേഴ്സ് നായകൻ അങ്ങനെ ഒരു തീരുമാനം 3 ഫാസ്റ്റ് ബോളർമാരെ ഉൾപ്പെടുത്തി. പക്ഷെ ചേസ് ചെയ്യുന്നത് 200-ലധികം റൺസ് വരികയാണെങ്കിൽ. ശ്രീരംഗനാഥൻ, സമയക്കുറവ് മൂലം ഇടപെടുകയാണ്. എന്തായാലും ആരാധകരൊക്കെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന IPL-ന്റെ ഒരു ഫൈനൽ മത്സരം അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. നമ്മോടൊപ്പം വിലയിരുത്തലും വിശദീകരണവുമായി എത്തിയത് സ്പോർട്സ് ഡെസ്കിൽ നിന്നും ശരത്തും ഒപ്പം ക്രിക്കറ്റ് നിരീക്ഷകൻ BCCയുടെ മാച്ച് റെഫറിയുമായുള്ള പി രംഗനാഥൻ. ഇരുവർക്കും നന്ദി. IPL ആവേശത്തിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വരുന്ന വാർത്താ ബുള്ളറ്റിനുകളിൽ നമുക്ക് മത്സരത്തിൻ്റെ കൂടുതൽ വിവരങ്ങളും വിശകലനങ്ങളുമായി എത്താം. എന്തായാലും ഈ ഒരു IPL ആവേശത്തിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ.